ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ഇന്ന് നരസിംഹ ജയന്തിയാണ്. നമ്മുടെ ഭഗവാൻ പകുതി സിംഹവും പകുതി മനുഷ്യനുമായി അവതാരം ചെയ്ത ഒരു പ്രത്യേക അവതാരമെടുത്തു വന്ന് തൻ്റെ ഭക്തനെ, തൻ്റെ ഭക്തോത്തമനായിട്ടുള്ള പ്രഹ്ലാദനെ രക്ഷിക്കുവാൻ വേണ്ടി ഭഗവാൻ അവതാരം ചെയ്ത ദിവസമാണ്. നരസിംഹമായി അവതാരം ചെയ്ത ആ ദിവസമാണ് ഇന്ന് നരസിംഹ ജയന്തി. നരസിംഹ ജയന്തിയെക്കുറിച്ചുള്ള വിശദമായ വീഡിയോയും പ്രഹ്ലാദ സ്തുതിയെക്കുറിച്ചും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. പ്രഹ്ലാദ സ്തുതിയുടെ അർത്ഥസഹിതം കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ വരികൾ കൂടി വേണം എന്ന് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇന്ന് വരികൾ കൂടി ഇടുന്നത്. ശ്രീമൻ നാരായണീയത്തിൽ 24-25 ദശകങ്ങൾ പ്രഹ്ലാദ ചരിത്രവും നരസിംഹ അവതാരവും ഒക്കെ ഉൾപ്പെടുന്നതാണ്. ഇന്നത്തെ ദിവസം, പ്രത്യേകിച്ച് ഇന്ന് വൈകുന്നേരം സന്ധ്യാസമയത്താണ് നരസിംഹ അവതാരമുണ്ടായത്. ആ സമയത്ത് ഭാഗവതം സപ്തമസ്കന്ധത്തിൽ പ്രഹ്ലാദ ചരിത്രവും പ്രഹ്ലാദ സ്തുതിയും നരസിംഹ അവതാരം തുടങ്ങിയ ഭാഗങ്ങൾ പാരായണം ചെയ്യുകയും നാരായണീയത്തിലെ 24-25 ദശകങ്ങൾ പാരായണം ചെയ്യുകയും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും ഒക്കെ ചെയ്ത് ഭഗവാനെ സന്തുഷ്ടനാക്കുക. ഇന്ന് കഴിയുന്നിടത്തോളം എണ്ണം പറയുന്നില്ല, 108 എന്നൊരു എണ്ണം പറയുന്നില്ല. ഇന്ന് വൈകുന്നേരം വരെയും എപ്പോഴും ഉറങ്ങുന്നവരെയും ഉണർന്നാൽ ഉറങ്ങുന്നവരെയും നരസിംഹ മന്ത്രം, നരസിംഹമൂർത്തിയുടെ ആ മന്ത്രം, ഓം ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോന്മുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുർനമാമ്യഹം. ഓം ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോന്മുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുർനമാമ്യഹം. ഓം ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോന്മുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുർനമാമ്യഹം. ഈ മന്ത്രം എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുക. നരസിംഹമൂർത്തിയുടെ ഈ മന്ത്രം ജപിക്കുന്നത് വഴി നമ്മുടെ എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും നമുക്ക് മോചനം നേടുന്നതിനും നമ്മെ ജീവിതത്തിൽ നിന്ന് എന്തൊക്കെയാണോ നമ്മുടെ ജീവിതത്തിന് ഉയർച്ചയുടെ തടസ്സങ്ങളായി നിന്നിരുന്ന ദൃശ്യവും അദൃശ്യവുമായിട്ടുള്ള ശക്തികൾ, അതിനെയെല്ലാം ശത്രു സംഹാരം നടത്തുകയും നമുക്ക് ഏതൊരു കാര്യത്തിനും ഇറങ്ങിത്തിരിക്കുവാനുള്ള ശക്തിയും മനോബലവും ആത്മവീര്യവും ലഭിക്കുന്ന ഒരു മന്ത്രമാണിത്. നമ്മെ ശക്തിപ്പെടുത്തുന്ന ഭഗവാന്റെ ആ ഉഗ്രരൂപം നമ്മുടെ ചുറ്റും ഒരു കവചം സൃഷ്ടിച്ചുകൊണ്ട് നമുക്ക് മഹാശക്തി തന്ന് നമ്മളെ നേർവഴിക്ക് നയിച്ച് നിർഭയമായി ജീവിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്ന എല്ലാ വിജയങ്ങൾ നേടിയെടുക്കുവാനും എല്ലാ പാപങ്ങൾ, തലമുറകളോളം വരുന്ന പാപങ്ങൾ ഇല്ലാതാക്കുവാനും സഹായിക്കുന്ന ഈ നരസിംഹ മന്ത്രം, നരസിംഹമൂർത്തിയുടെ ഈ മന്ത്രം നിത്യേന നമ്മുടെ മനസ്സിൻ്റെ ഭാഗമാക്കി വയ്ക്കുക. എന്നും അത് ജപിക്കുക. ഇന്ന് മാത്രമല്ല, എന്നും ജപിക്കുക. നമുക്ക് പ്രഹ്ലാദ സ്തുതിയിലേക്ക് പോകാം. പ്രഹ്ലാദ സ്തുതി പാരായണം ചെയ്യുകയും അതിനോടൊപ്പം ഈ വരികൾ എഴുതിയിടുകയും ചെയ്യുകയാണ്. അപ്പോൾ ഭഗവാൻ ഉഗ്രരൂപിയായി നിൽക്കുമ്പോൾ ലക്ഷ്മി ദേവി പോലും ഭയന്ന് വിറച്ചുപോയി ഭഗവാന്റെ ആ ഭീഭത്സ രൂപം കണ്ട്. അപ്പോൾ ആ ഭഗവാനെ ശാന്തനാക്കുവാൻ വേണ്ടി ദേവന്മാർ പ്രഹ്ലാദ കുമാരനോട് പറയുന്നു, അല്ലയോ ഭക്ത പ്രഹ്ലാദ, അവിടുത്തെ സ്തുതി കൊണ്ട് ഭഗവാന്റെ ഈ ഉഗ്രരൂപം ശാന്തമാകും, അതിനുവേണ്ടി അവിടുന്ന് പ്രാർത്ഥിക്കൂ എന്ന്. അപ്പോൾ ഭക്തനായ നമ്മുടെ പ്രഹ്ലാദൻ ഭഗവാന്റെ സമീപം ചെന്ന് ഭഗവാനെ സ്തുതിക്കുന്നതാണ് പ്രഹ്ലാദ സ്തുതി. ആ സ്തുതിയിലൂടെ ഭഗവാൻ ശാന്തനാകുകയും ആ ഉഗ്രമൂർത്തിയായ ആ നരസിംഹമൂർത്തി 8 ദിക്കുമാർ ഭയാനകമായ ശബ്ദത്തോടുകൂടി 10,000 സൂര്യൻ്റെ തേജസ്സോടുകൂടി അഗ്നിജ്വാലകൾ വഹിക്കുന്ന നാവോടുകൂടി തീക്ഷ്ണമായ കണ്ണുകളോടുകൂടി കൂർത്തുമൂർത്ത ദന്തങ്ങളും നഖങ്ങളുമായി വന്ന ആ ഉഗ്രമൂർത്തി വാത്സല്യത്തോടുകൂടി പ്രഹ്ലാദകുമാരനെ മടിത്തട്ടിലെടുത്ത് വെച്ച് ആശ്ലേഷിക്കുകയും അവൻ്റെ നെറുകയിൽ ചുംബിക്കുകയും ആ കുഞ്ഞിനോട് എന്താണ് മോനെ നിനക്ക് വേണ്ടുന്ന വരങ്ങളെന്ന് ചോദിക്കുകയും ചെയ്യുമ്പോൾ കുഞ്ഞു പറയുന്നു, എനിക്ക് ഈ രാഗദ്വേഷങ്ങളൊന്നും എന്നെ
അഷ്ടരാഗങ്ങളൊന്നും എന്നെ ബാധിക്കാതെ, അതൊന്നും എൻ്റെ മനസ്സിനെ ശല്യപ്പെടുത്താതെ എനിക്ക് നിതാന്തമായ ഭക്തി, അചഞ്ചലമായ ഭക്തി വേണം അങ്ങയിൽ നിന്ന്. അതാണ് ആ കുഞ്ഞ് ചോദിക്കുന്നത്. ഭഗവാൻ പ്രത്യക്ഷനായി ഭഗവാന്റെ മടിത്തട്ടിലിരിക്കുമ്പോൾ കുഞ്ഞ് ആവശ്യപ്പെടുന്നത് അതാണ്. അപ്പോൾ അതിനുശേഷം പറയുന്നു, തൻ്റെ പിതാവ് ചെയ്ത തെറ്റിനും എല്ലാം പരിഹാരം കൊടുക്കണേ ഭഗവാനെ എന്ന്. അപ്പോൾ ഭഗവാൻ പറയുന്നു, നിന്റെ പിതൃക്കൾ നീ ചെയ്ത സത്കർമ്മങ്ങളുടെ, നിന്റെ ഭക്തിയുടെ ഫലമായി നിന്റെ തലമുറകളെല്ലാം, നിന്റെ പിതാവ് ഉൾപ്പെടെ അതിനു മുമ്പോട്ടും ശേഷവുമുള്ള തലമുറകളെല്ലാം പൂർണ്ണരായിട്ടും മുക്തി പ്രാപിക്കുന്നവരായി മാറുന്നു കുഞ്ഞെ എന്ന് ആ പ്രഹ്ലാദന്റെ ഭക്തോത്തമനായി, ഇത്രയും വലിയ ഭക്തനായ ഒരു കുഞ്ഞിനെ നമുക്കിനി കാണാൻ കഴിയുമോ ഭാഗവതം ധ്രുവനും പ്രഹ്ലാദനും ഒക്കെ അല്ലാതെ? അപ്പോൾ ആ പ്രഹ്ലാദകുമാരൻ ഭഗവാനെ ഭജിച്ചതാണ് പ്രഹ്ലാദ സ്തുതി. ദുർജടീം ലോകൈകനാഥം നരസിംഹമാർജവ വീര്യപരാക്രമവാരിധീം അഗ്നിനേത്ര ലോകവ്യാപ്ത ജിഹ്വാമുഖം അഗ്നിവിഭൂതിസ്വരൂപിണം അവ്യയം അഷ്ടഭുജോഷ്മകാനന്ദ വിജൃംഭണം ദുഷ്ടനാശനഖദന്തം നമാമ്യഹം ഘോരഹൃദയോരുജാനുജംഘാപദം ഭൈരവനാഥ ത്രിലോകഭയങ്കരം ഭൂരീകരുണാജലധി നമാമ്യഹം ദൂരീകൃതാഹമനിശം നമാമ്യഹം ആകാശഭൂമിസ്ഫുരജ്യോതിരാദിമം സ്തോകേതരാനന്ദവിഗ്രഹം ശാശ്വതം പാകാരി ഭാർഗവാംബുജാവാസപൂജിതം ലോകാദിനായകം വിഷ്ണും നമാമ്യഹം സംസാരസിന്ധൂതരംഗാകുലാത്മനാം പുംസാം മഹാമോഹനാശനം വേദാന്തവേദ്യസ്വരൂപം വിധിമുഖ്യസേവിതമാദ്യമജന്തം ജനാർദ്ദനം മാധവം മീനസ്വരൂപമസുരവിനാശനം നാനാവിധ വേദ്യമംബുജാതസ്ഥിതം ആനന്ദരൂപം അലേപകമവ്യയം ജ്ഞാനസ്വരൂപമജ്ഞാനവിനാശനം കച്ഛപസോകുരവേഷമനാദ്യന്തം നിശ്ചലമാശ്രിതകൽപകഭൂരുഹം കായാംബൂവർണം കമലവിലോചനം മായാമയം മധുകൈടഭനാശനം അസ്മജ്ജനകവിനാശനം നാരസിംഹോദ്യൽകളേബരം മോക്ഷദം ശാശ്വതം നാരായണം ജഗദാസ്പദം യോഗിനാം പാരായണം പരമാത്മാനം നമാമ്യഹം അംബുജനാഭാ നാഗേശ പര്യങ്കക ചിന്മയേ നിൻ പദാബ്ജസേവാസ്തു മേ ഭീമസ്വരൂപ ശാന്ത്യാർത്ഥം നതോസ്മിതേ മാമമ സ്വാമിൻ പരമാത്മനെ നമാ നാഥ ജയ ജയ നാരായണ ജയ പാഥോ ജലോചന പത്മനാഭ ജയ വിഷ്ണു ജയ ജയ വിശ്വംഭര ജയ ജിഷ്ണുമുഖാമരസേവ്യ ജയ ജയ ദർവീകരേന്ദ്രശയന ജയ ജയ ശർവവന്ദ്യ ശരണാഗത വത്സല ഭക്തപ്രിയ ജയ പാപവിനാശന മുക്തിപ്രദാ മുനിവൃന്ദ നിഷേവിത സ്ഥാവര ജംഗമാചാര്യ ജയ ജയ താപസാന്തസ്ഥിത താപാപഹാ ജയ സർവലോകേശ ജയ ജയ സന്തതം പൂർവദേവാരേ പുരുഷോത്തമാ ജയ കാമിതദായക സോമബിംബാനന കോമളാകാര ജയ ജയ ശ്രീപദേ മൂന്നായി വിളങ്ങി നിന്നിടുന്ന ലോകത്തിനൂനായി വിളങ്ങുന്ന തമ്പുരാനേ ഹരേ നിൻ മഹാമായ ഗുണങ്ങളിൽ നിന്നുടൻ ബ്രഹ്മാതിമൂർത്തികൾ ഉൽപ്പന്നരായത് രാജസമായ ഗുണാശ്രിതൻ ബ്രഹ്മനും രാജീവനേത്രനാം വിഷ്ണു സത്വാശ്രിതൻ താമസമായ ഗുണാശ്രിതനായിട്ട് കാമാരിയും മൂർത്തി ഭേദങ്ങളിങ്ങനെ ലോകസർഗസ്ഥിതി സംഹാരവും പുനരേകനായി നീ തന്നെ ചെയ്തു പോരുന്നതും മൂന്നായ മൂർത്തികളൊന്നായി വിളങ്ങിന നിന്നെയും നീയൊഴിഞ്ഞാരറിഞ്ഞിടുവോർ വേദവും കൊണ്ട് ജലധിയിൽ പോയോരു മേതുരനായ ഹയഗ്രീവനെ കൊൽവാൻ മത്സ്യമായി അനുഭവിച്ചതും ആശ്രിതവത്സലനാകുന്ന നാഥാ ഭവാനല്ലോ ക്ഷീരാംബുധി മഥനത്തിനു മന്ദരം നേരെ മുതുകിൽ ധരിച്ചതും നീയല്ലോ ഉർവിയും കൊണ്ടു രസാതലം ബുക്കൊരു ഗർവിതനായ ഹിരണ്യാക്ഷനെ തഥാ ഖോണിയായി ചെന്നവൻ തന്നെ വധിച്ചുടൻ ക്ഷോണിയെ തേറ്റമേൽ പൊങ്ങിച്ചതും ഭവാൻ
ഇന്നു നരസിംഹവേഷം ധരിച്ചതും എന്നെ രക്ഷിപ്പതിനായിട്ടു ദൈവമേ. അന്നന്നിവണ്ണം ഭവിക്കുന്ന സങ്കടം ഒന്നൊന്നിയെ തീർത്തു ലോകങ്ങൾ പാലിപ്പാൻ ഇത്ര കാരുണ്യം കലർന്നവരാരും മറ്റിത്രിലോകത്തിങ്കൽ നാഥാ പ്രസീദമേ. ത്വൽപാദ പങ്കേരുഹം മമ കേവലമെപ്പോഴും ഉൾപൂവിൽ വാഴ്ക ധരാപതേ. മംഗലമൂർത്തേ നമസ്തേ നമോ നമഃ. ശാർംഗപാണീതേ നമസ്തേ നമോസ്തുതേ. സച്ചിന്മയായ നമസ്തേ നമോ നമോ. വിശ്വവന്ദ്യായ നമസ്തേ നമോ നമഃ. സത്യസ്വരൂപായ നിത്യം നമോ നമോ. നിത്യായ നിഷ്കിഞ്ചനാർത്ഥായ തേ നമഃ. വേദാന്തവേദ്യ വിഷ്ണവേ തേ നമഃ. വേദാന്തവേദ്യായ വിഷ്ണവേ തേ നമോ. വേദസ്വരൂപായ നിത്യം നമോസ്തുതേ. ഇത്തരം ചൊല്ലി സ്തുതിച്ചാൻ പലതരം ഉത്തമനായൊരു ഭക്തജനോത്തമൻ ഭക്തപ്രിയൻ അരുളി ചെയ്തതിപ്പോഴുത്തമനായ പ്രഹ്ലാദനോടാദരാൽ നിത്യമീ സ്തോത്രം വേദാന്ത സമീരതമത്യന്ത ശുദ്ധനായുള്ള ദ്വിജോത്തമൻ സദ്യോ ജപിക്കില്ലവൻ എൻ്റെ സാരൂപ്യം അദ്യാഭവിക്കും അതിനില്ല സംശയം. എന്തുവരം തവ വേണ്ടതു ചൊൽക നീ, സന്തോഷമോടു തരുന്നതുമുണ്ടു ഞാൻ എന്നതു കേട്ടു തൊഴുതുടൻ മന്ദം പറഞ്ഞിടിനാനാദരാൽ. കാമരാഗദ്വേഷ മത്സരാദ്യങ്ങളാൽ ആമയം കൂടാതിരിക്ക വേണം വിഭോ. എന്നുടെ താതനുള്ളൊരു ദുരിതങ്ങൾ നിന്നുടെ കാരുണ്യമോടത് തീർക്കണം. ഇത്തരം ചൊന്നത് കേട്ടൊരു നേരത്തു ചിത്തം തെളിഞ്ഞരുൾ ചെയ്തു ഭഗവാനും. നിന്നുടെ താതനും നിന്റെ പിതൃക്കളും ഇന്നു വിശുദ്ധരായി നിന്നുടെ കാരണാൽ എന്നതു കേട്ടു ശേഷക്രിയ ചെയ്തിതു തന്നെ താത സംസ്കാരാദി സർവവും. പിന്നെ അസുരാധിപത്യം അഭിഷേകം നന്നായി കഴിച്ചിതു തന്നെ ഭക്തനായി. മന്വന്തരം വാഴ്ക നീയും മഹാമതേ, നിർമ്മലാത്മാവേ ലഭിക്കാം പുരുഷാർത്ഥം. മന്വന്തരം വാഴ്ക നീയും മഹാമതേ, നിർമ്മലാത്മാവേ ലഭിക്കാം പുരുഷാർത്ഥം. ഇതാണ് പ്രഹ്ലാദസ്തുതി. ഈ പ്രഹ്ലാദസ്തുതി ആരാണോ ഉത്തമ ശുദ്ധിയോടുകൂടി നിത്യവും ഭജിക്കുന്നത് അവന്, ആ അത്യന്ത ശുദ്ധനായുള്ള ഭക്തന് എൻ്റെ സാരൂപ്യം തന്നെ ലഭിക്കും, വിഷ്ണു സാരൂപ്യം ലഭിക്കും. അത്രയും ശുദ്ധനായി അവൻ മാറും. ഇത് നിത്യേന ഭക്തിയോടുകൂടി ശുദ്ധിയോടുകൂടി ജപിക്കുന്നവൻ എൻ്റെ സാരൂപ്യം, ഭഗവത് സാരൂപ്യത്തിൽ ഭഗവാനെ പോലെ തന്നെ വൈകുണ്ഠ ലോകത്ത് ചതുർബാഹുവായി ഭഗവത് സാരൂപ്യത്തിൽ എത്തിച്ചേരുവാൻ കഴിയുമെന്ന് ഭഗവാൻ പറയുന്നു. പിന്നെ എന്താണ് നമുക്ക് വേണ്ടത്? അപ്പോൾ ഭൂമിയിലെ ജീവിതം അത്രയും ശ്രേഷ്ഠമാകുന്നത് കൊണ്ടാണ് വിഷ്ണു സാരൂപ്യത്തിൽ നമുക്ക് എത്താൻ കഴിയുന്നത്. അല്ലാതെ ഇപ്പോൾ നമ്മൾ ഈ നയിക്കുന്ന ഈ ജീവിതത്തിൽ നിന്ന് നമ്മളെ പിടിച്ച് പെട്ടെന്ന് പ്രഹ്ലാദസ്തുതി ചൊല്ലിയെന്ന് വിചാരിച്ച് വിഷ്ണു സാരൂപ്യ പദവിയിലേക്ക് എത്തിക്കുകയില്ല. അപ്പോൾ ഇവിടെ മുതൽ ഇത് ചൊല്ലാൻ നിത്യേന ജപിക്കാൻ തുടങ്ങുന്നത് മുതൽ നമ്മളിലുള്ള അഴുക്കുകളെല്ലാം, മാലിന്യങ്ങൾ, മനോമാലിന്യങ്ങൾ, അഷ്ടരാഗങ്ങൾ എല്ലാം കളഞ്ഞ് ഭഗവാനിലേക്ക് അടുക്കുവാനുള്ള, ഭഗവാനെ നമുക്ക് സ്വന്തമാക്കുവാനുള്ള ആ ഒരു അവസ്ഥയിലേക്ക് ഭൂമിയിലെ ജീവിതം, ഇനിയുള്ള ജീവിതം മാറ്റിയെടുക്കും ഭഗവാൻ. അങ്ങനെ തീർത്തും സംശുദ്ധമായ ആ ഒരു ഭക്തിയോടും വിശുദ്ധിയോടും സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയുള്ള ഒരു ജീവിതം നമുക്ക് തന്നതിന് ശേഷം നമ്മൾ പൂർണ്ണ ഭക്തരായി തീരുകയാണ് അപ്പോൾ ചെയ്യുന്നത്. ഭഗവാനെ അനുഭവിക്കാനുള്ള യോഗ്യതയുള്ളവരായി മാറും. അങ്ങനെ നമ്മൾ നമ്മുടെ ഈ ശരീരം ഉപേക്ഷിച്ച് കർമ്മം, ഈ ജന്മത്തെ കർമ്മങ്ങൾ പൂർത്തിയാക്കി തിരികെ നമ്മൾ ചെല്ലുമ്പോൾ വിഷ്ണു സാരൂപ്യ പദവി ലഭിക്കും നമുക്ക് എന്നാണ് ഭഗവാൻ ഈ പ്രഹ്ലാദ സ്തുതി നിത്യേന ജപിക്കുന്നവർക്കുണ്ടാകുന്ന ഗുണഫലത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇത് നിത്യജീവിതത്തിന്റെ ഭാഗമാക്കുക. മറ്റൊന്നും നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പ്രഹ്ലാദ സ്തുതി തന്നെ നിത്യേന ജപിക്കുക. ഇത് തന്നെ മതി ഈ ഭവാബ്ദിയിൽ നിന്ന് രക്ഷപ്പെടാനും ജീവിതത്തിന്റെ ദുഃഖങ്ങളിൽ നിന്ന് മറുകരയെത്തുവാനും അവസാനം വിഷ്ണുപദ പ്രാപിക്കുവാനും ജനിമൃതി ചക്രങ്ങളിൽ നിന്ന് മോചിതരാകുവാനും ഭഗവാന്റെ
ഈ പ്രഹ്ലാദ സ്തുതി മാത്രം മതിയാകും. നിത്യേന ഇത് പാരായണം ചെയ്യുക. എല്ലാവർക്കും അതിന് കഴിയട്ടെ. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പുണ്യ ദിവസം എല്ലാം സർവ്വ സന്തോഷങ്ങളും ദുഃഖങ്ങളും സർവ്വ ജീവിത കർമ്മങ്ങളും എൻ്റെ ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.